ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ടോസ്റ്ററും ബ്രെഡും ഒക്കെ ടോസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇന്ന് നമുക്ക് അത് വെക്കാനുള്ള ടിഫിൻ ബോക്സ് വേണ്ടേ. അപ്പോൾ ടിഫിൻ ബോക്സ് ഉണ്ടാകലാണ് ഇന്നത്തെ പരിപാടി. അതിനോട് നമ്മൾ പേപ്പർ ഇഷ്ടമുള്ള ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഓവൽ ടൈപ്പിൽ സാധാരണ എഴുതി അതിന് 2 കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ടിഫിൻ ബോക്സ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം 2 പേപ്പർ ഇതുപോലെ കണ്ടിക്കുക. പിന്നെ അതിനെ നമ്മൾ ടിഫിൻ ബോക്സ് ആക്കി മാറ്റാൻ വേണ്ടി ഉള്ള കവർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഡിസൈനൊക്കെ വരച്ച് നമ്മളതിനെ സുന്ദരനാക്കുകയാണ്. ഈ ടിഫിൻ ബോക്സ് പണ്ടൊക്കെയാണ് എല്ലാം ഞാനൊന്ന് ഈ ലഞ്ച് കഴിക്കേണ്ടി വീട്ടിൽ വന്നാൽ കഴിച്ചോണ്ട്, ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു സ്കൂൾ. അപ്പം അടുത്ത് വന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ടിഫിൻ ബോക്സൊക്കെ വല്ലപ്പോഴും കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലുള്ള ദിവസങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു കേട്ടോ. അവനെങ്ങനെയാണെന്നറിയാം, ടിഫിൻ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും അവൻ കൊണ്ടുവരും ടിഫിൻ, പക്ഷേ എന്നാലും എല്ലാവരുടെയും വീതിച്ച് കഴിച്ചില്ലെങ്കിൽ അവന് സമ്മാനം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ 5-6 പേര് ഒന്നിച്ചിരുന്ന് ടിഫിൻ കൊണ്ടുവരുന്നതും കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് ഒരു പ്രത്യേക ഫീലിംഗ്, എല്ലാവരുടെ കറികളും വീട്ടിൽ നിന്നുള്ള കറികൾ ടേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക അല്ലേ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലുള്ള ദിവസമാണെങ്കിലോ കേക്കോ അങ്ങനെയൊക്കെ മിഠായിക്കോ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സിനകത്ത് ഇപ്രാവശ്യം നമ്മൾ വെക്കുന്നത്, ഇന്നലെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തില്ല, ഇന്നൊരു ബ്രെഡ് ഓംലെറ്റ് പോലെ അല്ലെങ്കിൽ ബുൾസെറ്റ് ടൈപ്പ് ഉണ്ടാക്കുവാണ് കേട്ടോ. അതുണ്ടാക്കാം. അതെല്ലാം 3D ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു കൊച്ചുങ്ങൾക്ക് നമ്മളതിൽ സാധാരണ ടിഫിനകത്ത് ആവശ്യമുള്ള ചെറിയ സാധനങ്ങൾ, അപ്പം ലൈറ്റായിട്ടുള്ള സ്നാക്ക് ടൈപ്പായിട്ട്. അപ്പം നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ സാധനം എന്ത് ചെയ്യുമ്പോൾ ബ്രെഡ് മാത്രമായിട്ട് കൊടുത്തവർക്ക് ഇഷ്ടമില്ലോ. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ബ്രേക്കിങ്ങിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ ഒരു ഓരോന്നും ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാക്കാം. അപ്പോൾ സ്ട്രോബെറിയും പിന്നെ ഞാൻ വാട്ടർമെലൺ, ഇതല്ലേ നല്ലൊരു തീമല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാംഗോ എന്ത് വേണമെങ്കിലും 3Dയിൽ ഉണ്ടാക്കാം. അതിനിങ്ങനെ പേപ്പർ ഇങ്ങനെ നമ്മൾ ആദ്യം 2 പാർട്ടായിട്ട് 2 എണ്ണം സെയിം സാധനം 2 എണ്ണം വരച്ചെടുക്കുക, പിന്നെ ഷേപ്പ് ചെയ്യുക, പിന്നെ സാധാരണ പോലെ 3D ആക്കാൻ വേണ്ടി നടുക്കൊന്ന് പേപ്പർ സ്ട്രിപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ടിഫിൻ ബോക്സിനകത്തുള്ള ആവശ്യമുള്ള ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലത്തെ ഉണ്ടാക്കാം കേട്ടോ. സമോസ ഏത് ഷേപ്പ് വേണമെന്ന് മാത്രമല്ല, വരച്ചെടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ കട്ട് ചെയ്ത് ചുട്ടിക്കാനാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടീസ് ആയിക്കോളും. അപ്പം അതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്ട്രോബെറി ഞാൻ വരച്ച് അതിനെ കളറൊക്കെ ചെയ്ത് വെക്കാണ്. ഇനി അതിന് പേപ്പർ കൊണ്ട് നടുക്ക് ഞാൻ പറഞ്ഞ പോലെ വെച്ച് അത് ഞാൻ കാണിക്കുന്നില്ല, കാണിച്ച് കഴിയുമ്പോൾ. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ ഫുള്ളായിട്ടുള്ള. എനിക്കിഷ്ടമുള്ള ഇങ്ങനെ പേപ്പർ ക്രാഫ്റ്റ് കൊണ്ട് ഫുൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് ക്യൂട്ടീസ് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഒരു ജോമെട്രി ബോക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാം പേപ്പർ കൊണ്ട് തന്നെ. അതിന് നമ്മൾ വാട്ടർമെലനാണ് ഉണ്ടാക്കുന്നത്. വാട്ടർമെലനും ഇതുപോലെ തന്നെ 3D ടൈപ്പ് 2 പേപ്പർ സ്ട്രിപ്പ് കട്ട് ചെയ്യുക, കളർ അടിക്കുക, പിന്നെ അതിന് ശേഷം നമ്മളതിനെ 3D ആക്കാം, പേപ്പർ ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 2 ഫ്രൂട്ട്സേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കുറേ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ പിന്നെ ഒരു കവായി ക്യൂട്ടായിട്ടുള്ള ടിഫിൻ ബോക്സാണ്. പണ്ടൊക്കെ എന്തൊരു 5-6 തട്ടുള്ള ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ എല്ലാവരും വളരെ ക്യൂട്ടായിട്ടുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സിലുള്ള സാധനം റെഡി ആയിക്കൊണ്ട് വാട്ടർമെലണിന് വേണ്ടി ഞാൻ ഇത് ഇച്ചിരി സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു പേപ്പർ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പർ ക്രാഫ്റ്റ് ഇഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ സമ്മതിച്ചില്ല. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണല്ലേ. സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ എന്താണെന്ന് സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പറയുന്ന കാരണം സ്കിപ്പ് ചെയ്യുമ്പോഴത്തേനും അതിനകത്തെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ സമ്മാനം കാണാതാവും. മനസ്സിലായി. അതില്ലെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ വീഡിയോ മുന്നോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ഉള്ള മിനിറ്റുകളെല്ലാം നിങ്ങൾ കാണുന്നത് ഫുൾ വീഡിയോ കാണുന്നത്, അതുപോലെ സ്പീഡിലും കാണല്ലോ കേട്ടോ. കുറച്ചാകാൻ 4-5 മിനിറ്റല്ലേ ഉള്ളതെന്ന്. എന്താ ക്യൂട്ടീസ് ഇങ്ങനെയൊക്കെ ഇച്ചിരി കാണുന്നേ. അപ്പം ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വാട്ടർമെലനിലോട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് സ്ട്രോബെറിയും വാട്ടർമെലനും ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അതിന് പകരം എന്തെങ്കിലും മാംഗോയോ പൈനാപ്പിളോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പം അവക്കാഡോ അതൊക്കെ ഉണ്ടാക്കാം. അതെല്ലാം നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 2 സാധനം നമ്മൾ കൊള്ളുന്ന സാധനം മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റുള്ള വെച്ചിരിച്ചാൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അലകും പിന്നെ മറ്റേ സാധനം. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ ചുമ്മാ കൈകൊണ്ട് റഫായിട്ട് വരയ്ക്കുന്നത്, വലിയ ഇതായിട്ടൊന്നും വരയ്ക്കുന്നില്ല, കുഞ്ഞായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടല്ല സ്കെയിൽ കൊണ്ടൊക്കെ വരയ്ക്കുകയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളർ പേപ്പർ ഒട്ടിച്ചാലും മതി. ഇതിന് മുകളിൽ ഇച്ചിരി വൈറ്റിന് മുകളിൽ കളർ പേപ്പർ ഒട്ടിച്ചാലും മതി. ഞാൻ എൻ്റെ കയ്യിൽ കളർ പേപ്പർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടങ്ങ് വരച്ച് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിനി വേണ്ടത് കുറച്ച് ക്യൂട്ടാക്കാം. വേണമെങ്കിൽ വരച്ചെടുക്കാമെന്ന്, പക്ഷേ ഞാൻ കുറച്ച് സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരിയൊക്കെ വരച്ചിട്ടുണ്ട്. ഫുള്ള് വരയ്ക്കാൻ സമയമില്ലാത്തതും കുറച്ച് വരയ്ക്കാൻ കുറച്ച് സ്റ്റിക്കറും ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടിഫിനകത്ത് നമ്മുടെ ബ്രെഡും നമ്മുടെ ഉൾസയും
ഫ്രൂട്ട്സും ഒക്കെ വെക്കുകയാണ്. അതുകൊണ്ട് കമ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ടി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം, ഇങ്ങനത്തെ ക്യൂട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് സാധനം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം മറന്നു പോയത് ബ്രെഡ് വെക്കുന്ന കാര്യം. നമ്മൾ ഇന്നലെ ടോസ്റ്റ് ചെയ്ത സംഭരങ്ങളില്ലേ, അവർ രണ്ടുപേരും വെച്ച ശേഷമാണ് നമ്മൾ ഇനി ബുൾസ് വെക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ട് ഭാഗ്യത്തിന് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുക. അടപ്പും നമ്മൾ ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, അതിനെ വെക്കുക, അടയ്ക്കുക. നമ്മുടെ പരിപാടിയായിട്ട് നമ്മൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കവായി ടൈപ്പിലോ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുപോലെ എന്താണ് പേപ്പർ ക്രാഫ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്, അടുത്തത് നമുക്കൊരു ജോമെട്രി ബോക്സ് ഉണ്ടാക്കണം. മറക്കല്ലേ, കാണണേ.